ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിന. യേശുവേ നീ ഓർത്തതിന എന്നെ നീ മാനിച്ചതിന. ഒരിക്കൽ കൂടെ പാടുമോ വാക്ക്? എന്തു പകരം നൽകും, നീ കരുതും കരുതലിന. യേശുവേ നീ ഓർത്തതിന. ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കുമോ? എന്നെ നീ മാനിച്ചതിന. ഒരിക്കൽ കൂടെ എന്തു ഞാൻ പകരം നൽകും, പകരം നീ കരുതും കരുതലിനായി, നീ കരുതും കരുതലി. യേശുവേ നീ ഓർത്തതിനാൽ, യേശുവേ നീ ഓർത്തതിനാൽ, എന്നെ നീ മാനിച്ചതിനാൽ, എന്നെ നീ മാനിച്ചതി. എന്റെ രക്ഷയായ ദൈവം, എന്റെ രക്ഷയായ ദൈവം, എന്റെ രക്ഷയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്റെ രക്ഷയായ ദൈവം, എന്റെ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. ഈ പകലിൽ ഞാൻ ഇത്രത്തോളം നിൽക്കുന്നത് എൻ്റെ യേശുവിൻ്റെ കൃപ, എൻ്റെ കർത്താവിൻ്റെ കൃപ. അക്കരങ്ങൾ മാറോട് ചേർത്ത കർത്താവിന് നന്ദി പറഞ്ഞേ, ആ യേശുവിനോട് നന്ദി പറഞ്ഞേ. എന്നെ ഇത്രയും മാനിച്ച ദൈവമേ, ഇസ്രായേലിൻ്റെ പരിപാലകനായ കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഉറങ്ങാത്തവനായി കാവലിരുന്ന് എന്നെ വഴി നടത്തുന്ന നല്ല ദൈവമാകയാൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ പകലിൽ ഇതിനകത്ത് ഭാരത്തോടെ പ്രയാസത്തോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, രക്ഷയാകുന്ന യേശുവിനെ ഒന്ന് മുറുകെ പിടിച്ചാൽ, അവനെ ഒന്ന് മുറുകെ പിടിച്ചാൽ, വിടുതൽ അനുഭവിച്ചിട്ടല്ലാതെ ഒരു വ്യക്തി പോലും ഈ ആലയം വിട്ട് മടങ്ങുകയില്ല. ഉറപ്പുള്ളവർ മാത്രം, ഉറപ്പുള്ളവർ മാത്രം, ഇത്രത്തോളം നടത്തിയത് യേശുവാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ആ ദൈവ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിച്ചേ, ദൈവ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിച്ചേ, ദൈവ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിച്ചേ. പ്രിയപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ നിൽക്കുന്നു. ഈ ജനത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ മാനിക്കുന്ന ദൈവമേ, വഴി നടത്തുന്ന കർത്താവേ, സമ്പൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പാ, ഈ പകൽ ഞങ്ങളെ പണിയുന്ന പകലായി മാറട്ടെ. ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ചലിക്കുന്ന പകലായി മാറട്ടെ. സമ്പൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ചേർന്ന് നല്ലൊരു ആമേൻ പറഞ്ഞാണ്. ആ ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എടുത്ത ഒരു മെസ്സേജുണ്ട്. ആമേൻ. ആരാധിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. എത്ര പേർക്ക് സന്തോഷമായിരുന്നു? ആമേൻ. ആരാധിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നിന്നും കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവ് ദൈവത്തെ ആരാധിച്ചു. ദൈവം കാണിച്ച സ്ഥലത്ത് ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞു. അത് 22-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കാമോ? ഒന്ന്, ആരാധിക്കാൻ ആർക്കാണ് പറ്റുന്നത്? ഒരു വിളി ഉണ്ടാകണം. എന്തുണ്ടാകണം? എല്ലാവർക്കും ആരാധിപ്പാൻ കഴിയത്തില്ല. ആരാധിപ്പാൻ വിളിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കൾക്ക് മാത്രമേ
പറ്റൂ. അപ്പൊ ആരാധിക്കാൻ വന്നവർ അറിയണം, എൻ്റെ മേൽ ദൈവത്തിന് എന്തുണ്ട്? ഒരു വിളിയുണ്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും, ഞാൻ ആ വാക്യം പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇന്ന് ഈ മുറിക്കകത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും വിളിക്കപ്പെട്ടവരാണ്. ആരാണ്? വിളിക്കപ്പെട്ടവരാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? ആരാധനയ്ക്ക് വേണ്ടി ദൈവം നമ്മയെല്ലാം വിളിച്ചു. പക്ഷെ നാം ആരാധിക്കുന്നതിൽ വിശ്വസ്തത കാണിച്ചാൽ ഇതിനകത്തുനിന്നൊരു തെരഞ്ഞെടുപ്പ് ദൈവം ചെയ്യും. അതങ്ങനെ പറഞ്ഞേ. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദവാക്യം. അപ്പോസ്തലപ്രവൃത്തി അന്തോക്യയിലെ സഭയിൽ ബർന്നബാസ്, ഞാൻ വായിക്കാം മോനെ, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായി ഹേരോദാവോട് കൂടെ വളർന്ന മനായൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. 2-ാമത്തെ വാക്യം, അവർ കർത്താവിനെ, നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ, അവർ കർത്താവിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? എല്ലാവരും എന്നോടൊപ്പം ഒന്ന് പറയണേ. അവർ കർത്താവിനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവജനം അന്തോക്യയിലെ സഭയിൽ വിളിക്കപ്പെട്ടവർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിളിക്കപ്പെട്ടവരുടെ നടുവിൽ ഒരു തെരഞ്ഞെടുപ്പിന് വിളി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വന്ന വഴി ആരും പാസ്റ്റേഴ്സ് ആകത്തില്ല, ആരും അപ്പോസ്തലൻ ആകത്തില്ല, ആരും ഇടയനാകത്തില്ല, ആരും ഉപദേഷ്ടാവാകത്തില്ല. കോമണായി നമുക്കൊരു വിളിയുണ്ട്. എന്തിനാ വിളിച്ചത്? ദൈവത്തെ ആരാധിക്കാനാ വിളിച്ചത്, അല്ലേ? ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചത് എന്തിനു വേണ്ടിയാ? മോശയോട് പറയുന്നു, മോശെ ഫറവോന്റെ അടുത്ത് എന്ന് നീ ഫറവോനോട് പറയണം, എൻ്റെ ജനത്തെ എന്തിനു വേണ്ടി വിടണം? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചതിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു? ആരാധിക്കുക. ആരാധിക്കണം എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റാണ് ദൈവജനത്തിന്മേൽ കിടക്കുന്നത്. എന്തിനാ ദൈവം വിടുവിച്ചേ? ആരാധിക്കാൻ. എന്തിനാ കെട്ടുപൊട്ടിച്ച്? ആരാധിക്കാൻ. എന്തിനാ 10 ബാധ അഴച്ചത്? ആരാധിക്കാൻ. എന്തിനാ ഫറവോന് സൈന്യത്തെ വെള്ളത്തിൽ മുക്കിയത്? ആരാധിക്കാൻ. അപ്പൊ കോമൺ ആയിട്ടുള്ള വിളി എന്തിനാണ്? ദൈവത്തെ ആരാധിക്കണം. ഒന്ന് കർത്താവിന് സ്തോത്രം പറയാമോ? ദൈവത്തെ അപ്പൊ നമ്മുടെ വിളി ആരാധിക്കാൻ. അപ്പൊ ഒന്നാമത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ആരാധനയ്ക്ക് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ്? വിളിയാണ്. ആ വിളിക്കപ്പെട്ടവർ ആരാധനയിൽ വിശ്വസ്തരാകുമ്പോൾ ആരാധനയുടെ നടുവിൽ നിന്നും ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരെ തെരഞ്ഞെടുക്കും. ആമേൻ. ശുശ്രൂഷയ്ക്കാക്കിയിട്ട് ആരാധിക്കുകയല്ല ചെയ്യുന്നത്, ആരാധിക്കുന്നതിന് നടുവിൽ നിന്ന് ദൈവം ചിലരെ അഭിഷേകം ചെയ്ത് പുറത്തോട്ട് വരുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ദൈവത്തിന് മടിയന്മാരെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയും? ആരും ആമേൻ പറഞ്ഞില്ല. ദൈവത്തിന് മടിയന്മാരെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയും? ഒന്നുകൂടി ഞാൻ പറയുന്നു. ദൈവത്തിന് മടിയന്മാരെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ഹല്ലേലൂയ പറയും? ദൈവത്തിന് ആരെ വേണ്ട? മടിയന്മാരെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സെലക്ട് ചെയ്യും. 1-2 പേരെ ശ്രദ്ധിച്ചേ. കർത്താവ് ചിലരെയൊക്കെ തെരഞ്ഞെടുത്തതും വിളിച്ചതും എപ്പോഴാ? പത്രോസിനെ ദൈവം വിളിച്ചപ്പോഴാ? വല പറ കഴുകിക്കൊണ്ടിരുന്നു. ഇന്നലത്തെ പരാജയം നോക്കാതെ, ഇന്നലത്തെ ശൂന്യത നോക്കാതെ, ഇന്നലത്തെ അവസ്ഥകൾ നോക്കാതെ, ഇന്നും അടുത്ത ദിവസവും വല ഇറക്കാനുള്ള ആഘോഷവും ഉന്മേഷവും ഉത്സാഹത്തോടും കൂടെ വല കഴുകുന്ന പത്രോസിന്റെ പടകിലേക്കാണ് യേശു കയറിയത്. പ്രൈസ് ഗോഡ്. എന്നെ ദൈവം ശക്തമായി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആ കൈ ശരിക്കും കേറട്ടെ. അതിനൊറ്റ മറുപടി, ഒറ്റ ദൂതിയാന്നും കൂടെ പറയാം. നിങ്ങൾ മടി കാണിക്കാതെ ദൈവത്തെ ആരാധിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസ് വല എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കഴുകിക്കൊണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നിങ്ങൾ ഒരു കാര്യം ചെയ്തേ. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് ലഭിക്കാത്ത
വന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരുപാട് പ്രതീക്ഷ വെച്ച് എന്തൊക്കെയോ ചെയ്തു, അവസാനം ഒന്നും കിട്ടിയില്ല. എന്നാൽ മാനുഷിക നിലവാരം വെച്ച് ആ ഉപയോഗിച്ച വള്ളമോ വലയോ കഴുകാൻ പോലും കൂട്ടാക്കാതെ കിട്ടിയിടത്തോട്ടിട്ടിട്ട് നാം നമ്മുടെ പാട്ടിന് പോകും. കാരണം പ്രതീക്ഷ മുഴുവൻ എന്ത് ചെയ്തു? അസ്തമിച്ചു പോയി. എന്ന പത്രോസിനെ നോക്കിക്കേ, ഒന്നും കിട്ടിയില്ലെന്ന് ഇവൻ പറയുന്നുമുണ്ട്, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചെന്നും പറയുന്നുണ്ട്, വല കഴുകാൻ ഉത്സാഹമുണ്ട്. സ്തോത്രം പറയാമോ? കർത്താവ് ഇന്ന് നോക്കുന്നത് ഇന്നലെ എന്തെങ്കിലും കിട്ടിയിട്ട് ഇന്ന് കൈയടിക്കുന്നവനെയല്ല, ഇന്നലെ കിട്ടാഞ്ഞിട്ടും ഇന്ന് കൈയടിക്കുന്നവനെയാ ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. ദൂത മനസ്സിലായോ? ദൈവം നോക്കുന്നത് ഇന്നലെ പടക് നിറച്ച് മീനും കൊണ്ട് വന്നു കയറി ആ ഉത്സാഹത്തോടെ ആരാധിക്കുന്ന പത്രോസിനെ അല്ല ദൈവം നോക്കുന്നത്. പകരം ഇന്നലകളിൽ ശൂന്യമായ പടകം കൊണ്ട് കരക്ക് കയറിയിട്ടും കാലിയായ പടക് തന്റെ കൂട്ടായിട്ടുണ്ടായിട്ടും അത് നോക്കാതെ ദൈവത്തെ ഉത്സാഹത്തോടെ സേവിക്കുന്ന പത്രോസേ, നിന്റെ മേലൊരു നിയോഗം ഇന്ന് മകൻ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ മേൽ ഒരു അഭിഷേകം വീഴാൻ പോകുന്നു. നിന്റെ മേൽ ആത്മാവിന്റെ പകർച്ച വീഴാൻ പോകുന്നു. നിന്നെ ആ ദൈവം ശരിക്കും മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റാൻ പോകുന്നു. Praise God. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ചിലരുടെ പരാജയങ്ങൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് വിരാമം കുറിച്ചിട്ട് നിങ്ങളെ ഒരു അപ്പോസ്തലത്തിലേക്ക്, അടുത്ത നിയോഗത്തിലേക്ക്, അടുത്ത ശുശ്രൂഷയുടെ ഒരു നിലവാരത്തിലേക്ക് പരിശുദ്ധ ആത്മാവ് നിങ്ങളെ കൈപിടിച്ചു നടത്തുന്ന ഒരു സുപ്രധാന ദിവസമെന്ന് ആത്മാവ് ഈ പകൽക്കാലം ദൂത പറയുന്നു. ഓ ഷാഖാന പരിശുദ്ധാത്മാവ് നോക്കുന്നത് ആമൻ ആരാധനക്ക് വിളിക്കപ്പെട്ട ജീവിതങ്ങളുടെ ഉന്മേഷമാ ദൈവം നോക്കുന്നത്, ഉത്സാഹമാ ദൈവം നോക്കുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ട്, ഏലിയാവെന്ന് പറയുന്ന, നിങ്ങൾ ശാന്തമായി ശ്രദ്ധിക്കണം കേട്ടോ, ഏലിയാവെന്ന് പറയുന്ന കർമ്മേലിന് മലമുകളിൽ തീ ഇറക്കിയ ശക്തനായ അഭിഷേകൻ, അഭിഷിക്തന്റെ ശുശ്രൂഷയുടെ അവസാന മൂമെന്റ് വന്നു. പരിശുദ്ധാത്മാവ് ഒരു അറിവ് കൊടുത്തു. ആ അറിവിതാണ്, ഏലിയാവേ, നിന്റെ ശുശ്രൂഷ ഇവിടെ തീരാൻ പോകുകയാണ്. സ്തോത്രം. ഞാൻ നിന്റെ മേൽ പകരപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. ഈ അഭിഷേകം ഒരുവന്റെ മേൽ നീ പകർന്നിട്ട് വേണം വിളിക്കപ്പെട്ടിടത്തോട്ട് പോകാൻ. ഈ അഭിഷേകം ആരുടെ മേലിടണം? അഭിഷേകത്തിന്റെ പുതപ്പും കൊണ്ട് ഞാൻ പണ്ടൊരിക്കൽ അതിന് ചരിത്രം ഒന്നുകൂടി ഞാൻ തൊട്ടു. എത്ര പേര് ഓർക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. പഴയ നിയമത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഇതാ: ദൈവം ഒരുവനെ അഭിഷേകം ചെയ്താൽ, അവന്റെ മുന്നിൽ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, താൻ മരിക്കുന്നതിന് മുമ്പ് ആ അഭിഷേകത്തിന്റെ പകർച്ച, പുതപ്പ് ഒന്നെങ്കിൽ തൻ്റെ പൈതൽ മകനുണ്ടെങ്കിൽ മകന്റെ മേലിടാം, അതുമല്ല തൻ്റെ പെങ്ങളുടെ മകനുണ്ടെങ്കിൽ പെങ്ങളുടെ മോന്റെ ഇടാം, അനിയനോ ചേട്ടനോ ഉണ്ടെങ്കിൽ അവരുടെ മേൽ ഈ പുതപ്പിട്ടിട്ട് തനിക്ക് മരിക്കാം. അതുകൊണ്ടാണ് ഇസ്ഹാക്ക് പറയുന്നത്, മക്കളെ, അപ്പൻ കണ്ണു കാണാൻ വയ്യാതിരിക്കുക, അപ്പം മരിക്കാൻ പോകുക, എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരേണ്ടതിന് എനിക്ക് നിങ്ങളെ കൈവശം ചെയ്യണം, അനുഗ്രഹിക്കണം. അന്നത്തെ ചരിത്രം, ഒരു പ്രവാചകന്റെ മേലുള്ള അഭിഷേകം മറ്റൊരുവന്റെ മേൽ പകരാൻ കഴിയും. ആമേൻ. പിതാവിന്റെ അനുഗ്രഹം തലമുറകളുടെ മേൽ പകരുവാൻ കഴിയും. ദൈവം ഏലിയാവോട് പറഞ്ഞു, ഏലിയാവേ, നിന്റെ ശുശ്രൂഷയുടെ സമയം തീർന്നു, ഞാൻ നിന്നെ എടുക്കാൻ പോകുക. പക്ഷേ ഈ അഭിഷേകത്തിന്റെ പകർച്ച ഒരുവന്റെ മേൽ പകർന്നേ പറ്റൂ. ഏലിയാവിന് പകരുവാൻ കുടുംബക്കാരോ വീട്ടുകാരോ ഒരുത്തനെ ഉപ്പു നോക്കാൻ തൻ്റെ തലമുറയിലില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്ന ഒരു ചരിത്രം വെച്ച് ഞാൻ പറയാം. എനിക്കെൻ്റെ അഭിഷേകം പകരാൻ മറ്റൊരാളില്ല എങ്കിൽ ഇസ്രായേലൊരു ചരിത്രം അവരെഴുതി ഉണ്ടാക്കി. ആ ചരിത്രം എങ്ങനെയാ? എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലോ ഇത് പകരാൻ ആരുമില്ലെങ്കിൽ അതിരാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് അഭിഷേകം പകരപ്പെട്ട പുതപ്പ് എൻ്റെ തോളിലിട്ടുകൊണ്ട് അതിരാവിലെ ഞാൻ നടക്കും.
നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് പേരെ മുഖാമുഖം ഞാൻ കാണുന്ന കൂട്ടത്തിൽ ആമേൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ആരുടെയെങ്കിലും ശരീരത്തിൽ ഈ പുതപ്പിടാൻ പറഞ്ഞാൽ അവനായിരിക്കും അടുത്ത പ്രവാചക ശുശ്രൂഷയ്ക്ക് വരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ആമൻ അതിരാവിലെ ചരിത്രമാണ് ഞാൻ ഈ പറയുന്നേ. ഏലിയാവിന്റെ പുതപ്പും തോളിലിട്ട് ഏലിയാവ് ഇറങ്ങി നടക്കാൻ തുടങ്ങി പ്രാർത്ഥനയോടെ. ഒരുപാട് പേരെ കണ്ടു. അവരുടെ മേൽ കണ്ടിട്ടൊന്നും അഭിഷേകമോ പുതപ്പോ ചലിച്ചില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇതാ ഒരു പാടത്തുകൂടി നടന്നു പോകുന്നു, ഒരു വരമ്പത്തുകൂടി നടന്നു പോകുമ്പോൾ ഏലിയാവ് ഒരു കാഴ്ച കണ്ടു. ഒരുത്തൻ കണ്ണിൽ കാണാത്ത അത്രയും ദൂരത്തിൽ നിന്നുകൊണ്ട് പാടത്ത് 12 കാളയെ പൂട്ടിയിട്ട് 13ാമത്തെ കാളയ്ക്ക് പകരം ആ കാളയുടെ തോളത്ത് വെക്കുന്ന ഒരു തണ്ട് കാളയുടെ ചുമരി വെക്കേണ്ടതിന് പകരം സ്വന്തം തോളത്ത് ഒരു തണ്ട് തോളത്ത് വെച്ചിട്ട് 12 കാളയെ കൂട്ടിക്കൊണ്ട് നിലം ഉഴുതുകൊണ്ടിരിക്കുന്ന ഒരുവനെ കണ്ടു. അവന്റെ പേരൊന്ന് ഉറക്കെ പറയാമോ? ഏലീശ. ഉടനെ പരിശുദ്ധ ആത്മാവ് ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ അന്വേഷിക്കുന്ന നിന്റെ അഭിഷേകം പകരാൻ പറ്റിയവൻ ഇതാ പാടത്തോട് ഉഴുതുകൊണ്ട് നിൽക്കുന്നു. ഇന്നത്തെ നിയോഗം അവന്റെ മേലാകട്ടെ, ഇന്നത്തെ അഭിഷേകത്തിന്റെ പകർച്ച അവന്റെ മേലാകട്ടെ, ഇന്നത്തെ ശുശ്രൂഷ അവന്റെ മേലാകട്ടെ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ഈ പകൽ ഒരഭിഷേകത്തിന്റെ ഒരു കൈമാറ്റം നടക്കാൻ പോകുക. സഹോദരിമാരുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ ഒരു പകർച്ച നടക്കട്ടെ ഈ പകൽ. പ്രാപിച്ചോ. ചിലതിന്റെ മേൽ ആ നിയോഗം ദൈവം ഇടും. ചുമ്മാ ഇരിക്കരുത് നീ. ഉത്സാഹമുള്ളവന്റെ മേൽ ആ ദൈവിക അഭിഷേകത്തിന്റെ കൈമാറ്റം നാളെയല്ല, ഈ ആരാധനയുടെ വിശുദ്ധ പകൽ എന്റെ ദൈവം ചെയ്യുന്നു എന്ന് ആത്മാവിടപെടുകയാണ്. ഉടൽ കനാന്തലാര ഉടൽ പൗഡബി ഹന്തൽ കടകക്ഷനാദന റിബല പൗഡബനഹത്തലാദന റിഗൽ കടകന്തരാദന. ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ഇതിനെ നടുക്കിരിക്കുന്ന ചിലരോട് ഇങ്ങനെ പറയുന്നു, നിന്റെ കൂട് മാറാൻ പോകുക, നിന്റെ നിലവാരം മാറാൻ പോകുക, നിന്റെ ജോലി മാറാൻ പോകുക. ഇന്നലെ ചെയ്തതുപോലെയല്ല ഇത് നീ ചെയ്യാൻ പോകുന്നത്. ഏലിയാവിൽ നിന്നോ ഏലീശയിലേക്ക് വീണ അഭിഷേകം പോലെ യേശുവായ അഭിഷിക്തനിൽ നിന്നോ നിന്നിലേക്ക് അഭിഷേകത്തിന്റെ പകർച്ച വീഴും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒന്നുകൂടി ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുകൊണ്ട് ഞാൻ പോകുക. ഈ പുതപ്പ് ഏലീശയുടെ മേലിടുവാൻ ഒരു നിയോഗം ദൈവത്തിന് തോന്നി. ആ പുതപ്പെടുത്ത് അവൻ ചുരുട്ടിക്കൂട്ടിയിട്ട് ഏലീശ നിലമുഴുതുന്ന ഏലീശയുടെ മേലേക്ക് ഒറ്റ ഏറ്. സ്തോത്രം. ഒറ്റ ഏറ്. അടുത്ത ചരിത്രം പറയുന്നു, ഈ അഭിഷേകം ഈ പുതപ്പ് എൻ്റെ മേൽ വീണാൽ, ഇസ്രായേലിന്റെ ചരിത്രമാ, ഈ അഭിഷേകം ഞാൻ ഏറ്റെടുത്തെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ 2 പുതപ്പും കയ്യിലെടുത്തിട്ട് മാറോട് ചേർത്ത് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ എറിഞ്ഞ പ്രവാചകൻ മനസ്സിലാക്കും അവനത് റിസീവ് ചെയ്തു. ആമേൻ. ഏലീശ എറിയുകയും ഈ പുതപ്പ് മടക്കി ചുരുട്ടി നെഞ്ചത്ത് വെച്ച് ഏലിയാവ് ഏലീശയുടെ വന്ന് മുട്ടുകുത്തി. അടുത്ത മറുപടി, എൻ്റെ അപ്പനോടും അമ്മയോടും അനുവാദം ഒന്ന് ചോദിക്കാൻ എനിക്കൊരു അവസരം തരണം. ഏലിയാവിൻ്റെ മറുപടി, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഒരു വിളി വേണം കേട്ടോ. എന്ത് വേണം? ഒരു വിളി വേണം. ഒരു വിളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ചൊവ്വയെ ആരാധിക്കാൻ പറ്റും. ആ വിളിയുള്ളവനെയാ ദൈവം തെരഞ്ഞെടുക്കുന്നത്. ചുമ്മാ എനിക്ക് തെരഞ്ഞെടുക്കത്തില്ല. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പുണ്ടായത്. ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ഒരു ഉത്സാഹം കൂടി ഉണ്ടാകട്ടെ. എന്തുകൂടി ഉണ്ടാകട്ടെ? ആമേൻ. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ എന്തുള്ളവരാകണം? അടുത്തിരിക്കുന്ന ആൾ ആത്മാവിൽ എന്തുള്ളവരാകണം? എരിവുള്ളവരാകണം. അടുത്തിരിക്കുന്ന ആൾ ആത്മാവിൽ എന്തുള്ളവരാകണം? എരിവുള്ളവനാകണം. ശ്രദ്ധിച്ചേ, ആത്മാവിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ആത്മാവിലൊരു ഉണക്കമുളകും പച്ചമുളകും കടിച്ചു പിടിച്ച് എരിയണം, അതാണോ?
എന്താ പിന്നെ എരിവ്? ആത്മാവിന്റെ എരിവെന്ന് പറഞ്ഞാൽ ആത്മീക വിഷയത്തിനകത്ത് നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ഉത്സാഹമാണ് ആത്മാവിന്റെ എരിവെന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ. സ്തോത്രം. ഞാൻ ഇരിക്കുന്ന കസേര ഏതാന്ന് റോബിൻസിന് അറിയാം, എഡിസനും അറിയാം. അവിടെ രണ്ടുപേരുടെ അകത്ത് ഒരാഗ്രഹം, ബാക്കി 10 പേര് വന്നിരിക്കുന്നതിനേക്കാൾ മുമ്പ് പാസ്റ്ററിന്റെ അടുത്ത് പോയി ആർക്കിരിക്കണം. അങ്ങനെ ഒരു തീരുമാനം അവരുടെ അകത്തുണ്ടെങ്കിൽ അവരെപ്പോ വരണം? യോഹന്നാൻ എവിടെയാ കിടന്നേ? യേശുവിന്റെ മാർവിൽ. എല്ലാ മീറ്റിങ്ങിനും പുള്ളി എവിടെയാ? യൂദാക്കൊന്നും ചാരാ സമയം കിട്ടത്തില്ല. കാരണം മീറ്റിംഗ് തുടങ്ങി 1/2 മണിക്കൂർ കഴിയുമ്പോഴാണ് വരുന്നത്. പിന്നെ പുള്ളിയൊക്കെ ചാരുന്ന തോമാസിന്റെ മണ്ടയിലൊക്കെയാ. കാരണം ആദ്യം മന്നവൻ എവിടെ ചാരും? പറ. പ്രശ്നം തന്നെ ഉണ്ടായിട്ടുണ്ട്. കർത്താവ്, നീ ഈ യോഹന്നാന് മാത്രം എന്താ ഇങ്ങനെ ചാരാൻ സമയം കൊടുക്കുന്നത്? എന്റെ പൊന്നെ, ഞാനിവനെ പിടിച്ച് ചാരിപ്പിക്കുന്നുമല്ല, അവൻ നേരത്തെ വന്നങ്ങ് ചാരി കിടക്കുക. ഒരു സ്വതം എന്ന് പറഞ്ഞ് ഒരു ഹല്ലേലൂയ എന്ന് പറ. അവന്റെ അകത്തൊരു ഉത്സാഹം, യേശുവിനെ മാർവി ചാരണം. അതിനവൻ വില മുടക്കുന്നു. അവൻ ചാരാൻ റെഡിയാ, അവൻ വരാൻ റെഡിയാ, അവൻ അതിന് തുനിയാ റെഡിയാ. എനിക്കവനെ മുടക്കാൻ കഴിയത്തില്ല, എനിക്കവനെ മാറ്റാൻ കഴിയത്തില്ല. അകത്താത്മാവിന്റെ എരിവുള്ള യോഹന്നാൻ മാറോട് ചാരിയത് ആത്മാവിന്റെ ഉത്സാഹത്തോടെയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് സമയം അതിനകത്തോട്ട് പോകാതെ വേഗത്തിൽ വന്ന് ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ആരാധനയ്ക്ക് നമുക്ക് എന്തുണ്ടാകണം? വിളി. അപ്പൊ നമ്മളെല്ലാം ദൈവം എന്ത് ചെയ്താ? ഇനി ഇതിനകത്തൊന്ന് ദൈവം ചിലരെ എന്ത് ചെയ്യും? ആ തെരഞ്ഞെടുപ്പ് ആര് നോക്കിയാ? ആത്മാവിന്റെ എരിവുള്ളവനെയാ. സ്തോത്രം, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നിങ്ങളോട് 1-2 കാര്യങ്ങൾ എനിക്ക് പഠിപ്പിക്കണമെന്നുണ്ട്. സമയം മുമ്പിലില്ല, എങ്കിലും ശാന്തമായി പഠിപ്പിക്കാം. ഈ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം വായിക്കുമ്പോൾ മേശയിങ്കൽ ശുശ്രൂഷിക്കാൻ എത്ര പേരെ തെരഞ്ഞെടുത്തു? 7 പേരെ തെരഞ്ഞെടുത്തു. പ്ലീസ് ഒന്ന് എടുത്തേ, എല്ലാവരും എടുത്തേ. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം അല്ലേ? 6-1 അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യൗവനായ ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ എന്ത് ചെയ്തു? പിറുപിറുത്തു. അടുത്ത വാക്യം, 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും, ഒന്ന് ശ്രദ്ധിച്ചേ, വിളിച്ച കൂട്ടത്തിന്റെ നടുവിൽ നിന്നും 7 പേരെ സെലക്ട് ചെയ്തു. ആ 7 പേരിൽ നമ്പർ 1 ക്വാളിറ്റി വായിച്ചേ. എല്ലാരും പറഞ്ഞേ, പറ. എന്തു വേണം? ഞാൻ ഇങ്ങനെ പറയാം, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ പോലും അവർക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ഒരു ടീച്ചറാണ്, ഒരു മാഷാണ് ആമൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ആത്മനിറവി പഠിപ്പിക്കുന്നതും അല്ലാതെ പഠിപ്പിക്കുന്ന രണ്ടാണ്. സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. കാരണം എനിക്കറിയാം, സൺഡേ സ്കൂൾ പഠിച്ച കുട്ടികൾ പലരും അന്യഭാഷക്കെതിരായി, ആരാധനക്കെതിരായി, കൈയടിക്കുന്നതിനെതിരായി ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിച്ച, ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ഞങ്ങളെ പഠിപ്പിച്ച സാറ് അന്യഭാഷ പറയുന്നവൻ വീട്ടിൽ പോയിരുന്ന് പറഞ്ഞാൽ മതി, ചർച്ചിൽ പറയാൻ പാടില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ആ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒറ്റ പഠന കാരണത്താൽ ആ ചർച്ചിലെ കുഞ്ഞുങ്ങൾ ബ്രദറൻ ടീച്ചിങ്ങിലേക്ക് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവവചനം അഭ്യസിപ്പിക്കുന്നെങ്കിൽ പോലും അവന്റെ മേൽ വ്യാപരിക്കേണ്ട ക്വാളിറ്റി ആത്മനിറവാണ്. ഹല്ലേലൂയ. സഭയിൽ 7 പേരെ ദൈവം സെലക്ട് ചെയ്തു. അതിൽ 1-ാമത് വേണ്ടതല്ല ആത്മാവ്, 2-ാമത്തത് അതിന്റെ ജ്ഞാനം. PhD-ക്കാരെയും
MBBS ആണോ ദൈവം തെരഞ്ഞെടുത്തത്? അല്ല. അവിടെ ജ്ഞാനമെന്ന് ഉദ്ദേശിക്കുന്നത് ആമേൻ അവിടുത്തെ ഡിഗ്രി വെച്ചല്ല നോക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ട് ചെയ്യുവാനുള്ള ദൈവിക പരിജ്ഞാനത്തിലാണ് ദൈവം ചിലരെ തെരഞ്ഞെടുത്തത്. ഒരു സ്തോത്രം എന്ന് പറയാമോ? 3, അടുത്തത് നല്ല സാക്ഷ്യം. അപ്പൊ നോക്കിക്കേ, ദൈവം ആരെ നമുക്ക് ഈ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യണമെന്ന് എന്തുണ്ട്? ആർക്കും ആഗ്രഹമില്ലാത്ത? എല്ലാവർക്കും പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ പുതിയ നിയമത്തിന്റെ വെളിപ്പാടനുസരിച്ച് പുതിയ നിയമ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ 1 ആത്മനിറവ് വേണം, 2 ജ്ഞാനം ആത്മാവിനെ നിറയപ്പെടണം, 3 എന്തുണ്ടാകണം? നല്ല സാക്ഷ്യം ഉണ്ടാകണം. ഒരു കർത്താവിന് സ്തോത്രം പറഞ്ഞേ, നല്ല സാക്ഷ്യം. ഇങ്ങനെ എത്ര പുരുഷന്മാരെ? 7 പുരുഷന്മാരെ മോശയുടെ മേലുള്ള ആത്മാവിനെ പകർന്നത് ഈ 70 പേരുടെ മേലാണെങ്കിൽ 3000 പേർ ഒറ്റ പ്രസംഗത്തിൽ സ്നാനപ്പെട്ടു വന്ന പുതിയ നിയമസഭയ്ക്ക് ഇതാ 7 പുരുഷന്മാരെ തെരഞ്ഞെടുത്തു. അടുത്ത വാക്യം. അവരെ ഈ വേലക്കാക്കാം. അടുത്തത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിൽ എന്ത് ചെയ്യാം? ഉറ്റിരിക്കാമെന്ന് പറഞ്ഞു. അടുത്തത്, ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. അടുത്ത വാക്യം, വിശ്വാസവും. അപ്പൊ സഭയുടെ ലീഡർഷിപ്പ് നിൽക്കുന്നവർക്ക് വേണ്ട 1ാമത്തെ ക്വാളിറ്റി എന്താണ്? പറ. വിശ്വാസം. ഹല്ലേലൂയ. അയ്യോ ദൈവം ഇങ്ങനെ ചെയ്യും, പക്ഷെ അങ്ങനെ ചെയ്യണോ? നമുക്ക് ഇങ്ങനെ ചെയ്യാം, പക്ഷെ അങ്ങനെ ഒക്കുമോ എന്ന് ചോദിക്കുന്നവനല്ല, പകരം വിശ്വാസമുള്ളവൻ. ഒരാമേൻ പറ. വിശ്വാസമുള്ളവൻ. പിന്നെയോ പരിശുദ്ധാത്മാവ്. ഒരു കർത്താവിന് നല്ലൊരു സ്തോത്രം പറ, നല്ലൊരു സ്തോത്രം പറ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തവർ? നിറഞ്ഞവനായ പുരുഷനായ ആരൊക്കെയാ? സ്തെഫാനോസ്, ഫിലിപ്പോസ്. അടുത്തത് 7 പേരുടെ പേര് നിങ്ങൾ വായിച്ചു. എൻ്റെ ഒരു ചോദ്യം, താഴത്തോട്ട് അപ്പോസ്തല പ്രവർത്തന ചരിത്രം പഠിക്കുമ്പോൾ ഈ 7 പേരിൽ എത്ര പേരുടെ പേരെ കാണുന്നുള്ളൂ? 2 പേർ. ആരൊക്കെയാ? ഫിലിപ്പോസും. എല്ലാരും പറ. ഫിലിപ്പോസും തെരഞ്ഞെടുത്തത് എത്രയാ? സഭയിൽ ഇപ്പോൾ ലീഡർഷിപ്പിൽ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. പക്ഷേ അടുത്ത ചരിത്രം ആത്മാവ് എഴുതുമ്പോൾ 2 പേരുടെ ചരിത്രം എഴുതാൻ പരിശുദ്ധാത്മാവ് വിട്ടില്ല. അതിലൊന്ന് ഫിലിപ്പോസാ, മറ്റൊന്നാരാ? പറ. സ്തെഫാനോസ്. എന്താ ഇവരുടെ ചരിത്രം? ഇവരെ സെലക്ട് ചെയ്തത് എവിടെ ശുശ്രൂഷിക്കാനാ? പറ. മേശ പുറത്താണോ മേശ അകത്താണോ? അകത്ത് ശുശ്രൂഷ ചെയ്യാനാ ദൈവം ഇവരെ സെലക്ട് ചെയ്തത്. പക്ഷെ ഇവര് പറഞ്ഞു, കർത്താവേ, ഒരു സെലക്റ്റഡ് ആയിട്ട് ഞങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ ഈ അഭിഷേകം ഞങ്ങൾക്ക് പോരാ, ഈ ശക്തി ഞങ്ങൾക്ക് പോരാ. മരണത്തെ ജയിക്കുന്ന, മറ്റാരും കണ്ടിട്ടില്ലാത്ത, മറ്റാരും നിന്നിട്ടില്ലാത്ത ചില ഇടങ്ങളിൽ നിൽക്കാൻ, ചില ഇടങ്ങൾ പോകുവാൻ, ചില ഇടങ്ങൾ ചെയ്തെടുപ്പാൻ ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളുടെ മേൽ അഭിഷേകം പകരണമേ എന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എടുത്ത വിഷയം സബ്ജക്റ്റ് വേറെയാ, പക്ഷെ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ട് ഞാനും കൂടി ഒന്ന് എടുത്തോട്ടെ. നമുക്ക് അതിനകത്ത് എന്തൊക്കെയോ സംഭവം ഉണ്ട്. ഓക്കെ, തിരിച്ചു വരാം. അപ്പൊ മേശയിങ്ക ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുത്ത ഇവർ 2 പേരും അകത്തെ ശുശ്രൂഷയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇരുന്ന് ആത്മശക്തി പ്രാപിക്കാൻ തുടങ്ങി. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഞാൻ നിങ്ങളോട് അടുത്ത ദൂത പറയാം. ശുശ്രൂഷ അകത്താണെങ്കിലും പ്രാപിക്കുന്ന ആത്മനിറവിന്റെ ആഴം അനുസരിച്ച് ശുശ്രൂഷ വെളിയിലേക്ക് പോകും. സ്തോത്രം. ഞാൻ ഒന്നുകൂടി പറയാം. പ്രൈസ് അല്ല. ഇവിടെ വർഷിപ്പ് ചെയ്ത ലോർഡ്സൺ ഇതിനകത്തല്ലേ? ഇവിടെയല്ലേ ആരാധിച്ചുകൊണ്ടിരുന്നേ? അല്ലേ? തന്നെ എന്തിനാ ദൈവം ലോകമൊക്കെ വിട്ടേ? എന്തിനാ പല രാജ്യങ്ങൾ വിട്ടേ? എന്തിനാ ദൈവം തന്നെ ഓടിച്ചേ? അകത്ത് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവന്റെ മേൽ അഭിഷേകത്തിന്റെ ഗണം വർദ്ധിച്ചപ്പോൾ, ആ അഭിഷേകം ഇതിനകത്ത് ഒതുങ്ങാതെ വന്നപ്പോൾ വെളിയിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്.
ഒന്നുകൂടി പറയാം, നമ്മുടെ പല ദൈവദാസന്മാരും അല്ലേ, കർത്താവദാസൻ ഷാജൻ എന്നുകൊണ്ട് കോട്ടയത്ത് സഭ വളർന്നത്, കോട്ടയത്ത് തന്നെ മാനിച്ചെന്താ, താൻ ഈ മൂലക്ക് ഇതുപോലെ ഇരുന്ന് ആരാധിച്ചു, ഇവിടെ കൂട്ടു ശുശ്രൂഷകനായി നിന്നു. പക്ഷെ തൻ്റെ മേൽ വീണ അഭിഷേകത്തിന്റെ ഘനം വർദ്ധിച്ചപ്പോൾ അത് പുറത്തോട്ട് വ്യാപരിക്കാൻ തുടങ്ങി അല്ലേ. കർത്താവദാസൻ റിജീഷ് താനിപ്പോ സൗദി അറേബ്യ ജോലി, അവൻ കർത്താവിന് വേല ചെയ്യുക സൗദി അറേബ്യയില. താൻ എന്തുകൊണ്ടാ സൗദി അറേബ്യ പോയത് അല്ലേ? ഇതിനകത്തിരുന്ന് പ്രാപിച്ച ദൈവശക്തി കൊണ്ട് ഇതിനകത്ത് ഒതുങ്ങത്തില്ലെന്നുള്ള തീരുമാനവും ശക്തിയും വന്നപ്പോൾ ശുശ്രൂഷയുടെ വ്യാപ്തി മാറാൻ തുടങ്ങി. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, സ്തെഫാനോസും പീലിപ്പോസും അകത്തെ ശുശ്രൂഷ ചെയ്യാൻ ഒതുങ്ങാതെ ആത്മാവും ജ്ഞാനവും പിന്നെ എന്താ പറഞ്ഞേ, നല്ല സാക്ഷ്യവും, ഈ 3 കാര്യം മതിയായിരുന്നു അകത്ത് ശുശ്രൂഷ ചെയ്യാൻ. പക്ഷേ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. 7 നിറവ് സ്തെഫാനോസ് പ്രാപിച്ചു. ശക്തിയാൽ നിറഞ്ഞു, കൃപയാൽ നിറഞ്ഞു, സാക്ഷ്യത്താൽ നിറഞ്ഞു, വചനത്താൽ നിറഞ്ഞു, അഭിഷേകത്താൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 7 നിറവ് ആ അധ്യായത്തിനകത്തുണ്ട്. 3 ലീഡർഷിപ്പ് പറഞ്ഞുള്ളൂ. പക്ഷേ ലീഡർഷിപ്പ് പറയാത്ത 4 നിറവ് കൂടി സ്തെഫാനോസും പീലിപ്പോസും പ്രാപിച്ചു. അതുകൊണ്ട് എന്നാ പറ്റി? അവിടെ ശുശ്രൂഷ പുറത്തോട്ട് വ്യാപരിക്കാൻ തുടങ്ങി. ദൈവ പൈതലേ, ഉത്സാഹമുണ്ടോ? നാളത്തേക്ക് വെക്കണ്ട. ഈ ശുശ്രൂഷയിടയിൽ തന്നെ അങ്ങനെ ചില ശുശ്രൂഷകൾ ദൈവം നിങ്ങളുടെ മേൽ പകരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എത്ര പേര് പറയും, കർത്താവേ, ഒരു സ്തെഫാനോസിനെ പോലെ അവൻ ദൈവ കൃപയാൽ നിറയുവാൻ, അഭിഷേകത്താൽ നിറയുവാൻ, ദൈവശക്തിയാൽ നിറയുവാൻ, ദൈവ സാന്നിധ്യത്താൽ നിറയുവാൻ. ഒന്നെടുത്തേ 7-ാം അധ്യായം നടത്തി. 7-ാം അധ്യായം അതിന്റെ 54-ാമത്തെ വാക്യം വായിച്ച്. 7:54. ഇത് കേട്ടപ്പോൾ അവർ അവനോ എന്ത് നിറഞ്ഞവനായി, പല്ലുകടിച്ച് ചെന്നവരുടെ നടുവിൽ ആത്മനിറവ് പ്രാപിച്ച സ്തെഫാനോസ്. ഇത് മക്കൾ നോക്കിക്കേ, അവനോ മുമ്പത്തെ വാക്കി വിട്ട മോനെ, അനുമത. ഇത് കേട്ടപ്പോൾ അവർ എന്ത് കേട്ടപ്പോ സ്തെഫാനോസ് ഇറങ്ങി നിന്നിട്ട് അബ്രഹാം തുടങ്ങി മോശ വിടുവിച്ച ചരിത്രം മുഴുവൻ, ഇസ്രായേൽ മക്കളുടെ ചരിത്രം മുഴുവൻ പബ്ലിക്കിന്റെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ കേട്ട യഹൂദന്മാർക്ക് പല്ലുകടി വന്നു. സ്വതന്ത്രം. ഈ നല്ല പ്രസംഗം കേട്ടാൽ 2 കാര്യം നടക്കും. പറയാമോ? നല്ല പ്രസംഗം കേട്ടാൽ 2 കാര്യം നടക്കും. പറഞ്ഞാൽ ഒരു സമ്മാനം തരാം. 2 കാര്യം നടക്കും. മനസ്സിലായില്ലേ? അറിയില്ലേ? പറയാം. നല്ല പ്രസംഗം കേട്ടാൽ ഒന്നെങ്കിൽ കുത്തുകൊള്ളും, ഇല്ലെങ്കിൽ കത്തും. അടുത്തിരിക്കുന്ന ആളോട് ഒന്നെങ്കിൽ കുത്തുകൊള്ളും, ഇല്ലെങ്കിൽ കുത്തുകൊള്ളും, അല്ലെങ്കിൽ. അപ്പോ ആരോ ചോദിക്കുന്നു, ഈ പാസ് എന്തൊക്കെ വണ്ടത്തറ ഈ പറയുന്നത്, ഇതിന് വല്ല തെളിവുണ്ടോ? തെളിവുണ്ട്. പത്രോസിന്റെ പ്രസംഗത്തിൽ അവർക്ക് എന്തുകൊണ്ടു? കുത്തുകൊണ്ടു. കൊർന്നല്യോസിന്റെ പ്രസംഗത്തിൽ അവർ കത്തി. 2 പ്രസംഗിച്ചത് പത്രോസ. 1-ാമത്തെ പ്രസംഗത്തിൽ 3000-നകത്ത് കുത്തുകൊണ്ടു സ്നാനപ്പെട്ട് സഭക്കകത്ത് കയറി. എന്നാൽ അടുത്ത പ്രസംഗത്തിനകത്ത് ഇതാ കൊർന്നല്യോസിന്റെ വീട്ടിനകത്ത് ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി, ചിലർ കത്താൻ തുടങ്ങി. ഇതെവിടെയും നടക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് നാള് മുമ്പ് ഒരു ഞായറാഴ്ച പ്രസംഗിച്ച് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കൈ കൊടുത്തപ്പോൾ ഒരു സഹോദരൻ എനിക്ക് കൈ തന്നു. കുലുക്കിയിട്ട് പറഞ്ഞു, നല്ല കുത്തായിരുന്നല്ലോ, നല്ല കുത്തായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പോൾ ഒരു സഹോദരി ഇറങ്ങിയിട്ട് പറഞ്ഞു, പാസ്റ്റേ തീയായിരുന്നു കേട്ടോ. എന്താണ് പുള്ളി എന്നാ പറഞ്ഞേ? പുള്ളി കുത്താൻ വേണ്ടി വന്നിരുന്നു, കുത്തി. മറ്റേ പുള്ളി കത്താൻ വേണ്ടി വരുന്നു, കത്തി. 2 നിങ്ങൾ ഏറ്റെടുത്താൽ മതി. കുത്താനാണോ വന്നിരുന്നത്? കുത്തുകൊള്ളും. കത്താനാണോ വന്നത്? കത്തിയിട്ട് പോകും. ഇന്ന് പകൽ ഏത് വേണമെന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തേക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ സ്തോത്രം. ഞാൻ ഈ മിക്ക ദിവസവും
ഈ പുൽപ്പിറ്റേ കയറുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കയറും. ശ്രദ്ധിക്കണേ, കർത്താവേ ആർക്കും വേദന വരാതെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്, ആർക്കും വേദന വരാതെ, ആരെയും കുത്താതെ, ആരെയും നോവിപ്പിക്കാതെ കർത്താവെ പ്രസംഗിക്കാൻ കൃപ തരണേ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്വഭാവം മാറും. അപ്പം ഞാൻ എന്നോട് ചോദിക്കും, കർത്താവ് എന്താ ഇങ്ങനെ ചെയ്യണം? അപ്പം കർത്താവ് എന്നോട് പറയട്ടെ, യാഗം കഴിക്കണമെങ്കിൽ എന്ത് വേണം? വിറക് വേണം. ആ വിറക് എങ്ങനെ കൊണ്ടുവരണം? കീറണം. അപ്പം കീറാതെ മുട്ടിവിറകും കൊണ്ടുവന്നാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ എന്ത് തരും? കോടാലി തരും. അപ്പം നിങ്ങൾ മുട്ടിവിറകായിട്ട് വന്നാൽ കർത്താവിൻ്റെ കയ്യിൽ എന്ത് തരും? കോടാലി തരും. നിങ്ങൾ മാംസളമല്ലാത്ത ഹൃദയം കൊണ്ടാണ് വരുന്നതെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ വാള് തരും. നിങ്ങൾ ഒരു പരുവത്തിലാണ് വരുന്നെങ്കിൽ വിതക്കാൻ വിത്ത് തരും. ദൂത് മനസ്സിലായോ? അപ്പൊ കോടാലി എടുക്കണോ, വാളെടുക്കണോ, വിത്തെടുക്കണോ, ഇത് നിങ്ങളുടെ കയ്യിലാണ്. ഇന്ന് ഏതായാലും വാളില്ല, ഇന്ന് വിത്ത് വിതക്കിയ. ഒന്ന് ശ്രദ്ധിച്ചേ, സ്തെഫാനോസിന്റെ മേൽ ആത്മനിറവ് വന്നു. സ്തെഫാനോസ് പ്രസംഗിച്ചു. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഈ എല്ലാവരും പറയുന്നതേ സ്തെഫാനോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് സ്തെഫാനോസ് എന്ത് ചെയ്തു? പറ, രക്തസാക്ഷി. അങ്ങനെ ബൈബിളുണ്ടോ? തെറ്റാണ്. അങ്ങനെയൊന്നും ബൈബിളില്ല. പുള്ളിയുടെ ഒറ്റ പ്രസംഗമായിരുന്നുണ്ടോ അവിടെ? ഇല്ല. പുള്ളി ഒരുപാട് സമയം പ്രസംഗിച്ചു. പക്ഷേ പ്രസംഗിക്കേണ്ട പോലെ പ്രസംഗിച്ചത് എവിടെയാ? അത് പൊതുജനത്തിന് നടുവിൽ. ഇത് കേട്ടപ്പോൾ പ്രസംഗം കേട്ട യഹൂദന്മാർ കോപപരവശരായി അവന്റെ നേരെ എന്ത് ചെയ്തു? പല്ല് കടിച്ചു. അടുത്ത വാക്യം. നാട്ടുകാരെല്ലാം പല്ല് കടിച്ചപ്പോ പുള്ളി എന്ത് ചെയ്തു? എല്ലാവരും ഒരു ആമേൻ പറ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കൂട്ടം പെന്തക്കോസുകാരുണ്ടായിരുന്നെങ്കിൽ എന്ത് അനുഗ്രഹമായിരുന്നു. അയൽവക്കക്കാര് പല്ല് കടിക്കും. അങ്ങനെ ആത്മനിറവുള്ളവർ ഒരു സ്വതന്ത്രം പറഞ്ഞ് അല്ലേ അമ്മച്ചി? പറഞ്ഞു മനസ്സിലായി? ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്താ പറഞ്ഞു? നിങ്ങൾ എന്ത് മനസ്സിലായി? ഇങ്ങനെ ആത്മനിറവുള്ള ഒരു കൂട്ടർ സഭക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ? നാട്ടുകാരും വീട്ടുകാരും എല്ലാം നമ്മെ ചീത്ത പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ നിറയണം. അങ്ങനെ ഒരു കൃപ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഭർത്താവ് ചൂടാകുമ്പോ ഭാര്യ എന്ത് ചെയ്യണം? ആത്മനിറവിലാകണം. ഹല്ലേലൂയ. തിരിച്ചും അങ്ങനെയാകണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ വിഷയം മാറും. അവനോ പരിശുദ്ധ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി അവൻ എന്ത് കണ്ടു? ദൈവമഹത്വം. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. കാഴ്ച അങ്ങ് മാറി. മേശങ്ങ ശുശ്രൂഷിക്കാൻ വിളിച്ചവന്റെ കാഴ്ചപ്പാട് മാറി, അവന്റെ നിലവാരം മാറി, അവന്റെ ശുശ്രൂഷ മാറി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്താ കാര്യം? അകത്തെ ശുശ്രൂഷയും പറഞ്ഞുകൊണ്ട് പുള്ളി ഇരിക്കാതെ ഉത്സാഹമുള്ളവനായപ്പോ ദൈവം അവനെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങി. സ്തോത്രം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, പുള്ളി നാട്ടുകാരെല്ലാം കൂടി എന്ത് ചെയ്തു? കല്ലെറിഞ്ഞ് കൊന്നു. രണ്ടാമത്തെ പുള്ളി ആരാ? പീലിപ്പോസ്. പീലിപ്പോസിനെ തെരഞ്ഞെടുത്ത് എവിടെ ശുശ്രൂഷിക്കാനാ? ആമേൻ. എത്യോപ്യയിലെ ഫൈനാൻസ് മിനിസ്റ്ററെ സ്നാനപ്പെടുത്തിയ ആരാ? ഒരു സഹോദരൻ പറഞ്ഞേ, അകത്ത് ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട പീലിപ്പോസ് എത്യോപ്യയിലെ ഭണ്ഡാര വിചാരകൻ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഏത് മന്ത്രി? ധനകാര്യ വകുപ്പിനെ കയറി മരുഭൂമിയിലിട്ട് മുക്കി പൊക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു സ്വത്രം എന്ന് പറഞ്ഞ് എന്റെ പൊന്നെ, എന്റെ പരിപാടി അല്ലേ? അകത്ത് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവൻ ഫൈനാൻസ് മിനിസ്റ്ററെ സ്നാനപ്പെടുത്തി മരുഭൂമിയിലിട്ട് അവന്റെ ശുശ്രൂഷ മാറിയില്ലേ? അവന്റെ വിളി മാറിയില്ലേ? അവന്റെ തെരഞ്ഞെടുപ്പ് മാറിയില്ലേ? അവന്റെ ക്വാളിറ്റി മാറിയില്ലേ? എന്താ കാര്യം? ഉത്സാഹമുള്ളവനെ അകത്ത് നിർത്തത്തില്ല. ഉത്സാഹമുള്ളവനെ രാജ്യങ്ങളിലേക്ക് അഴക്കും. ഉത്സാഹമുള്ളവനെ അവൻ അനേക ഇടങ്ങളിലേക്ക് ആത്മാവിൽ നിറച്ചു വിടും. ഹല്ലേലൂയ. സന്തോഷത്തോടെ തിരിച്ചു വരാം നമുക്ക്. അപ്പൊ ഒന്ന്, ആരാധിക്കാൻ എന്ത് വേണം? വിളി വേണം. രണ്ടാമത്തെ എന്താ പറഞ്ഞേ? രണ്ടാമത്തെ വിഷയം, ആരാധിക്കണമെങ്കിൽ ഒരു ഒരുക്കം ഉണ്ടാകണം. എന്ത് വേണം? ഒരുക്കം. ഇതാ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. 3, ആരാധന എവിടെയായിരിക്കണം? ദൈവം
കൽപ്പിച്ച സ്ഥലത്തായിരിക്കണം, ദൈവം പറഞ്ഞ പോലെ ആയിരിക്കണം, ദൈവം കാണിച്ച സ്ഥലത്തായിരിക്കണം. അടുത്തത്, ആരാധനയ്ക്ക് ഏകാഗ്രത ഉണ്ടാകണം. എന്തുണ്ടാകണം? ഒരു ഏകാഗ്രത വേണം. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? അത്ര സമയം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം പുറത്താ കുഞ്ഞെ. ഇതിനകത്ത് ഒരുക്കമുള്ള ഹൃദയത്തോടെ ആരാധിക്കണം. ആമേൻ. ഞാൻ സ്തോത്രം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഈ വർഷം തൊട്ട് കർത്താവെ പ്രസംഗിക്കാൻ വരുമ്പോൾ ഞാൻ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. ഞാൻ ഓഫീസിൽ വെച്ച് പൂട്ടി വെച്ചിട്ടേ ഇപ്പോൾ ഇങ്ങോട്ട് കയറത്തുള്ളൂ. അവിടെ വെക്കും. അത് മതി. ആരാധന കഴിഞ്ഞിട്ടുള്ള വിളി മതി. അത് കഴിഞ്ഞിട്ടുള്ള കോണ്ടാക്ട് മതി. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. അത് വണ്ടിക്കകത്തിരിക്കട്ടെ, അത് വണ്ടിടകത്തിരിക്കട്ടെ, നിന്റെ പോക്കറ്റിൽ പോലെ അത് ഇട്ടേക്കല്ലേ. സ്തോത്രം. ഞാൻ അത്യാവശ്യം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ മൊബൈൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മൊബൈൽ അനുഗ്രഹമെന്ന് ഞങ്ങൾ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് ഏറ്റവും കൂടുതൽ മൊബൈൽ പ്രയോജനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, സൗദി അറേബ്യ. സൗദി ചെന്ന് ഞാൻ എയർപോർട്ടിൽ 5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. എനിക്ക് ബൈബിൾ തുറക്കാൻ ഒക്കത്തില്ല. 5 മണിക്കൂർ അവിടെ ഇരുന്നപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരുന്നു? ബൈബിൾ. അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കാൻ പറ്റാത്ത ആമൻ ദമാം എയർപോർട്ടിൽ ഇരുന്നുകൊണ്ട് ബൈബിൾ വായിക്കാൻ എനിക്ക് സഹായമായത് ഏതാ? മൊബൈലാ. ഒരു കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നല്ലതാ. സഭായോഗത്തിന് വരുമ്പോൾ നീ ഈ മൊബൈലിൽ ബൈബിൾ എടുക്കല്ലേ. കൈ അങ്ങ് ശരിക്കും പൊങ്ങിയില്ലല്ലോ. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. ആരാധനക്ക് സഭായോഗത്തിന് വരുമ്പോൾ നിന്റെ കയ്യിനകത്ത് വേദപുസ്തകം ഉണ്ടാകട്ടെ, നിന്റെ കുഞ്ഞിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടാകട്ടെ. അതും കൊണ്ട് വന്നാ മതി. അവിടെ നീ ഈ കിതാബിനകത്ത് എടുക്കരുത്. അതിനകത്ത് ഇവിടെ വന്നിരുന്ന് നീ തെറ്റിക്കാൻ നിൽക്കരുത്. ഇവിടെ വെച്ച് അത് തീട്ടിക്കാൻ നിൽക്കരുത്. ഒരു കൊച്ചു പുസ്തകം നിന്റെ കയ്യിൽ ഉണ്ടാകട്ടെ. അത് ചുമക്കുന്നതൊരു അനുഗ്രഹമാണ്. അത് എടുക്കുന്നതൊരു അനുഗ്രഹമാണ്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യരുത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് മറ്റൊരു കാര്യം പറയാം. ഇത് നമുക്ക് നല്ലതാ. ഞാൻ നിൽക്കുന്നത് ന്യൂ ജനറേഷൻ തലമുറയുടെ നടുക്ക് തന്നെയാ. നല്ലതാ. പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അതിനകത്ത് വാട്സാപ്പ് ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ട്. അതിനകത്ത് വരുന്ന വാർത്തകളെല്ലാം വിശുദ്ധമാണോ? അല്ല. അതിന്റെ കൂടെ ഈ ആപ്പ് കൂടി കിടക്കുന്നേ. ഒരു സ്തോത്രം പറ. ഒരുപാട് ആപ്പിന്റെ കൂട്ടത്തില ഈ ആപ്പ് കിടക്കുന്നേ. എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന 66 പുസ്തകത്തിനകത്ത് വാട്സാപ്പ് ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ടോ? യൂട്യൂബ് ഉണ്ടോ? ഇത് നിർമ്മലമായ വചനം മാത്രമേ ഉള്ളൂ. അത് കയ്യിൽ ചുമക്കുന്നത് ഒരു അനുഗ്രഹമല്ലേ? അത് ചുമന്നു കൊണ്ടുവരുന്ന ഒരു അനുഗ്രഹമല്ലേ? മറ്റതെടുത്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരാധനക്ക് വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ആ കൊച്ചു ഗ്രന്ഥം നിന്റെ കയ്യിൽ ഉണ്ടാകട്ടെ. അത് ചുമക്കുന്നത് അനുഗ്രഹമാ, അത് ഉയർത്തുന്നത് അനുഗ്രഹമാ, അത് പിടിക്കുന്നത് അനുഗ്രഹമാ. ആ വേദപുസ്തകം കയ്യിലുള്ളവർ ഒന്ന് ഉയർത്തി പിടിച്ചേ. എന്നിട്ട് പറ, ഇതെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. എല്ലാവരും ആ ബൈബിൾ കൊണ്ടുവന്നവർ ഒന്ന് വീശി കാണിച്ച ദൈവമക്കളെ, ഇതൊന്ന് ഇത് കാണ്. അവൻ വിളിച്ചു വേദനിക്കപ്പെട്ട കൂട്ടത്തിന് കയ്യിലിരിക്കുന്ന ഇരുവായുത്തലുള്ള വാളാണിത്. ഈ ദൈവവചനമാണ്. ഇത് എത്രയോ സത്യമാണ്. ഇത് എത്രയോ ജീവനാണ്. ഇത് ചുമക്കുന്നവനെ ദൈവം മറക്കുമോ? ഇതെടുത്തവനെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. അത്യാവശ്യ കേസിൽ നിനക്ക് എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടുപോയി കുഞ്ഞേ, ഞാൻ തെറ്റു പറയുന്നില്ല. അതിനകത്തെടുത്തോ, ഉപയോഗിച്ചോ. പക്ഷെ സഭായോഗത്തിന് വരുമ്പോൾ നീ കുത്തിക്കുറിക്കല്ലേ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ പ്രസംഗം കേട്ടു. MDകാരനാ. പുള്ളി പ്രസംഗത്തിനിടക്ക് പുള്ളി പറഞ്ഞു, എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ബൈബിൾ എന്താണ് ഇത്രയും കനമെന്ന്. ഭയങ്കര കനമാ ബൈബിളിന്. എന്താ ഇത്രയും കനമെന്ന്? അപ്പൊ അവരോടെല്ലാം പറയുന്നു, ഇത് പുതിയ ഡിക്ഷണറി ഒന്നും അല്ല, പഴയ ബൈബിളാ. ഞാൻ സൺഡേ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ എൻ്റെ അപ്പ എനിക്ക് മേടിച്ചെന്ന ബൈബിളാ. ഇന്നിപ്പോ MDകാരനായി ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുക. ഇന്നും ഇത് ഞാൻ വിട്ടിട്ടില്ലെന്ന്. വീർത്ത് 3 ബൈബിളിലെ കനമായി. പുള്ളി പറയുക, എൻ്റെ അപ്പ എനിക്ക് തന്ന ബൈബിളാ. അന്ന് 4 സ്ഥലത്തും കൂര കുത്തിയ ഒരു ഓല ഷീറ്റ് ഇട്ട വീടാ ഉണ്ടായത്. പക്ഷെ അപ്പ തന്ന ബൈബിള്
താഴെ വെക്കാതെ ചുമന്നത് കൊണ്ട് എവിടെയൊക്കെ പട്ടണമുണ്ടോ അവിടെയെല്ലാം എനിക്ക് വീടുണ്ട്. ദൈവപൈതലേ, ധൈര്യമായിട്ട് ചുമന്നോ. ഇത് നിന്നെ ചുമക്കുന്ന ദിവസം വരുന്നുണ്ട്. ഇത് നിന്നെ മാനിക്കുന്ന ദിവസം വരുന്നുണ്ട്. ഈ ദൈവ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നെങ്കിൽ അവരോട് ദൂത് പറയുന്നു, ഇത് ചുമക്കാനുള്ളതാ, ഇത് എടുത്തോ, നിനക്ക് മാനം വരും. ഇത് ചുമന്നോ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമുക്ക് ഇന്നൊരു തീരുമാനം എടുക്കാം. അടുത്ത ആഴ്ച മുതൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിലും വിശുദ്ധ ഗ്രന്ഥം ഉണ്ടാകും. അങ്ങനെ തീരുമാനമുള്ള എത്ര പേരുണ്ട്? ഞാനിവിടെ കുറെ പിള്ളേരെ കാണുന്നു. ആമേൻ, ആമേൻ. എന്തോ നാടക ഗ്രൂപ്പിൽ നാടകം കാണാൻ വന്നിരിക്കുന്ന പോലെ കയ്യിലുമില്ല, കാലിലുമില്ല, ഒന്നുമില്ല, ചുമ്മാ ഒരു ബുക്ക് പോലും ഇല്ലാതെ വന്നിരിക്കുന്നവരുണ്ട്. പ്ലീസ്, നിങ്ങളുടെ ആത്മാവിൻ ആമൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ബൈബിൾ ആവശ്യമാണെങ്കിൽ പ്ലീസ് എന്നോട് പറ, ഞാൻ മേടിച്ചു തരാം. ഒരു ബൈബിൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് നിവർത്തിയില്ല എങ്കിൽ അതിനകത്ത് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുക, ബുദ്ധിമുട്ടണ്ട, ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ബൈബിൾ മേടിച്ചു തരാം. പക്ഷെ അത് ചുമക്കുന്നത് അനുഗ്രഹമാണ്. ബൈബിൾ അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്യുക, അത് നിനക്ക് മാനം വരുത്തും. ബൈബിൾ വാക്യമാണ്. അതിനെ ഉയർത്തണം, വിശുദ്ധ ഗ്രന്ഥം ഉയർത്തണം, തിരുവെഴുത്തിനെ ഉയർത്തണം, ദൈവവചനത്തെ ഉയർത്തണം. അത് ഉയർത്തിയാൽ അത് നിന്നെ ഉയർത്തും. അതിനാലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. സ്വത്രം. ഇതിനിടയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നെങ്കിൽ കൊടുത്തേക്കണം. രാജ്യം മുഴുവൻ കേൾക്കട്ടെ, ഇതെടുത്തതിന്റെ ഗുണമാ അല്ലേ? ഇതെടുത്തതിന്റെ ഗുണമാ. ഇതെടുത്തില്ലെങ്കിൽ നമുക്കൊരു മാന്യതയുണ്ടോ? ഇതെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളെ അറിയുമോ? ദൈവമക്കളെ, എന്തെങ്കിലും ഒരു മാന്യതയുണ്ടെങ്കിൽ ഇതെടുത്തതിന്റെ മാന്യതയാ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇത് സ്തോത്രം. ഇത് പൊക്കി ഉയർത്തിക്കൊണ്ട് നടക്കണം. നിങ്ങൾ ആരാധനക്ക് വരുമ്പോ ഇതൊന്നും ദൈവത്തോട് പ്ലാസ്റ്റിക് കവറിൽ വെക്കരുത് കേട്ടോ. ഈ ചേട്ട പാലത്തൂടി ബസ് ഇറങ്ങിയിട്ട് ഇത് ആട്ടി പിടിച്ചോണ്ട് വരണം. ആമേൻ. ഞാൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ഇത് പബ്ലിക്കിൽ പിടിച്ചോണ്ട് വരുന്ന കാണുമ്പോൾ തന്നെ അവിടുത്തെ അന്ധകാര ശക്തികൾ വിട്ടുപോകും. കാരണം തേനിലും തേൻ കട്ടയേക്കാൾ മാധുര്യമേറിയ ഇത് തീയാണ്. ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് വന്ന ദൈവത്തിന്റെ വചനമാണ്. ഇത് നിന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ അശുദ്ധാത്മാക്കൾ ഇളകി മാറും. ഒന്ന്, വിളി വേണം. രണ്ട്, ഒരുക്കം വേണം. മൂന്ന്, കൽപ്പിച്ച സ്ഥലത്ത്. നാല്, ഏകാഗ്രത. അഞ്ച്, ആരാധന മേടിക്കുന്നതല്ല, ആരാധന കൊടുക്കുന്നതാണ്. അടുത്ത എല്ലാരും പറഞ്ഞ ആരാധന മേടിക്കുന്നതല്ല, ആരാധന ദൈവത്തിന് എന്ത് ചെയ്യുന്നതാ? ഒരു ഹല്ലേലൂയ പറ. ഇന്ന് ദൈവത്തിന് കൊടുക്കാൻ ഒരുപാട് സ്തോത്രം ഹല്ലേലൂയ കൊണ്ടുവന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? കൊടുക്കാതെ പോകല്ലേ, കൊടുക്കാതെ പോകല്ലേ. ഒരു ഹല്ലേലൂയ പറ. നല്ല ഗസ്റ്റുകൾക്ക്, നല്ല വിരുന്നുകാർ വീട്ടിൽ വരുമ്പോ വിരുന്നുകാർക്ക് പലഹാരം മേടിക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട്. സ്തോത്രം. പക്ഷേ അത് പോകുമ്പോ കൂടുതലും കഴിക്കുന്ന ആരാ? പറ. ഒരു മടി എന്താ? ഈ അലുവായും ജിലേബിയും ഒക്കെ മേടിച്ചു വെച്ചാലും വരുന്നവർ ഒന്നോ രണ്ടോ മേടിക്കും. വരുന്നവർ ഷുഗർ പ്രഷറൊക്കെ ഉള്ളവരായിരിക്കും. അവർ പറയും, അല്ലോട്ട് വേണ്ട, ജിലേബി വേണ്ട, എന്നാൽ പക്ഷേ ഒരു പഴമെങ്കിലും. പഴവും ശരിയാകത്തില്ല. ചായക്ക് മധുരവും വേണ്ട. സ്വോത്രം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ബാക്കി എല്ലാം കൂടി ആരാ അടിക്കുന്നേ? നമ്മളടിക്കുന്നേ. അപ്പം മേടിച്ചത് ആരുടെ പേര് പറഞ്ഞാ? വിരുന്നുകാരുടെ. പക്ഷെ കഴിക്കുന്ന ആരാ? നമ്മളാ. ഒരു സ്വോത്രം പറയട്ടെ. കർത്താവിന് കൊടുക്കാൻ കൊണ്ടുവന്നവർ എത്ര പേരുണ്ട്? അത് മുഴുവൻ കൊടുത്തിട്ട് പോണം. മുഴുവൻ കൊടുത്തിട്ട് പോകാമോ? സ്തോത്രമുണ്ടോ? ഹല്ലേലൂയ ഉണ്ടോ? മഹത്വമുണ്ടോ? ധനമുണ്ടോ? യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. ആരാധന വാങ്ങിക്കുന്നതല്ല, ആരാധന ദൈവത്തിന് കൊടുക്കുന്നതാണ്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് കൊടുക്കാൻ വന്ന ദൈവമക്കൾ കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊട്. ലോഡ്സനൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ പോവുക. ആരാധന എന്താണ്? വാങ്ങിക്കുന്നതല്ല, പിന്നെ എന്ത് ചെയ്യാം? കൊടുക്കുന്ന. അങ്ങോട്ട് കൊടുക്കുന്നതാണ് ആരാധന. ആരാധനക്ക് വന്നവർ
5 സാധനം കൊടുക്കണം. എത്ര സാധനം? സന്തോഷമാണോ? ഇഷ്ടമാണോ? അത് 5 പറഞ്ഞിട്ട് 5 ഒന്ന് കൊടുക്കാം. തയ്യാറാണോ? റെഡിയാണോ? ആണെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. വന്നവർ കൊടുക്കേണ്ട 5 കാര്യം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം. എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം? വായിച്ചേ. അപ്പൊ കൊടുക്കാൻ വന്നവർ എങ്ങനെ കൊടുക്കണം? എല്ലാരും വായിച്ചേ. എല്ലാരും വായിച്ചേ 1-ാം വാക്യം. അത് ഉറക്കെ വായിച്ചേ. ആ വാക്യം അർത്ഥം മനസ്സിലാക്കി വായിച്ചേ. എങ്ങനെയാ? ഇനി ഒന്നുകൂടി ഒരു സ്വോത്രം പറഞ്ഞേ. ആമേൻ. അവരെങ്ങനെ കൊടുക്കണം? എന്തൊക്കെ കൊടുക്കണം? അറുക്കപ്പെട്ട കുഞ്ഞാട്. എല്ലാരും പറ. ശക്തി. പറ. ഉറക്കെ പറ. ശക്തി. അടുത്തത് ധനം. അടുത്തത് ജ്ഞാനം. അടുത്തത് ബലം. അടുത്തത് ബഹുമാനം. അടുത്തത് മഹത്വവും സ്തോത്രവും. 7 അല്ലേ? അല്ലേ? എത്രയായി? 7. ഞാൻ 5 പറഞ്ഞു. 7. എങ്ങനെ കൊടുക്കണം? കർത്താവിന് കൊടുക്കാൻ വന്നവർ എങ്ങനെയാ കൊടുക്കണ്ടേ? ആദ്യത്തെ വാക്യം. അവർ ഒന്ന് കൊടുത്ത ഒന്ന് അത്യുച്ചത്തിൽ ഒന്ന് കൊടുത്തേ. ഓ, ബുജിറ്റാണ്ടി ചുമക്കുന്നു. പോട്ടെ, ഒന്നുകൂടി പഠിപ്പിച്ചേ. അത്യുച്ചത്തിൽ. നിങ്ങളുടെ കിടുങ്ങണം. ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ അല്ലല്ലോ പറയുമ്പോൾ ഞാൻ ഈ ലൈറ്റ് ഇട്ട് നോക്കും. അത് ഇളകണം. ഒന്നുകൂടി കൊടുത്ത്. 1 2 3 സ്റ്റാർട്ട്. ഇളകിയില്ല. അത് ഇളകി പൊട്ടി താഴെ വീണാൽ ഉറപ്പാ ഇളകി. അതിളകിയല്ലേ? പെണ്ണുങ്ങളുടെ അവിടെ ഇളകി. അത് കേട്ടോ, പറഞ്ഞു കേട്ടോ. സജസ്റ്റ് എന്നെ കാണിച്ചു. ഇതേ ഇളകി, അതിളകിയില്ല. അമ്മേ, എന്നാൽ ഇതൊന്ന് ഇളകണം. നമുക്കൊരു ഹല്ലേലൂയ എന്ന് പറയും. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. മക്കളെ പിടിച്ചോ. നാളെ ഇളകും. ആ പ്രതീക്ഷയോടെ നിങ്ങൾ ഇരുന്നോ. എന്തായാലും ഇളകും. ഒരു ഹല്ലേലൂയ എന്ന് പറ. എന്തൊരു സന്തോഷം അല്ലേ? അത്യുച്ചത്തിൽ അവർ കൊടുത്തു ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രം. ഇത് കൊടുക്കാനാ വന്നേ. കർത്താവിൽ നിന്ന് ഇന്ന് ഒന്നും മേടിച്ചോണ്ട് പോകരുത്. എല്ലാം കൊടുത്തിട്ട് പോകണം. ഇന്ന് എത്ര പേര് പറയും എനിക്ക് ഇന്ന് കർത്താവിൽ നിന്ന് ഒന്നും വേണ്ട? പറയാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? എന്തൊരു ആൾക്കാർ ശരിക്കും നോക്ക്. എനിക്കിന്ന് കർത്താവിൽ നിന്ന് ഒന്നും വേണ്ട. പറ. ഞാൻ വന്നത് അങ്ങോട്ട് കൊടുക്കാനാ. പറ. ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ വന്നതാ. ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ വന്നതാ. ശക്തിയും ധനവും മാനവും ബലവും സ്തോത്രവും ബഹുമാനവും എൻ്റെ ദൈവത്തിന് അറുക്കപ്പെട്ട കുഞ്ഞാടിന് അങ്ങോട്ട് കൊടുക്കുക. സ്തുതി അവന്, ബഹുമാനം അവന്, അവൻ ആരാധന അവന്, മഹത്വം അവന്, സ്തോത്രം അവന്, ധനം അവന്, എല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടിന്. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിന് കൊടുക്കുന്നതാണെന്ത്? ആരാധന. 6 ആരാധന സ്ഥലം ഏതായിരിക്കണം? മോറിയ മലയായിരിക്കണം. മോറിയ മല എന്തിനെ കാണിക്കുന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ആരാധന വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആയിരിക്കണം. അടുത്ത് അതിന്റെ 7-ാമത്തെ കാര്യം, ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വചനപ്രകാരം ആരാധിക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, ഞാൻ നിന്നെ 22:17 ഞാൻ നിന്നെ ഐശ്വര്യമായി എന്ത് ചെയ്യും? ഒന്ന് വായിച്ച മോനെ. ഞാൻ നിന്നെ ഐശ്വര്യമായി എന്ത് ചെയ്യും? ആരാധന ശരിയായപ്പോ അനുഗ്രഹം ശരിയായി. ദൂത് മനസ്സിലാവുന്നുണ്ടോ? 6 കൂട്ടം കാര്യം ഞാൻ പറഞ്ഞു ആരാധനക്ക് വേണ്ടത്. ഒടുവിൽ വന്നപ്പോൾ 17 പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ,
അങ്ങയെ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ